വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഭരണകൂട ഭീകരതയുണ്ടായി എന്നുള്ളതാണ് അമീൻ ആരോപിക്കുന്ന ഒരു കാര്യം. ഹിന്ദുത്വ മാർക്സിസ്റ്റുകൾ എന്നൊരു പ്രയോഗം കൂടി അദ്ദേഹം നടപ്പിലാക്കിയുണ്ടായി. ഈ കൂട്ടുകച്ചവടം ഉണ്ടോ എന്ന് ഞാൻ അമീനോട് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ പ്രതികരണത്തിൽ ഹിന്ദുത്വ മാർക്സിസ്റ്റുകൾ എന്ന പ്രതികരണമാണ് ഉണ്ടാകുന്നത്. അപ്പോ ഈ വഖഫ് നിയമത്തിനെതിരായ സമരത്തെ അടിച്ചമർത്തുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ഉള്ള താല്പര്യം ഇവിടെ പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിനും ഇവിടെ പ്രവർത്തിക്കുന്ന പോലീസുകാർക്കും ആഭ്യന്തര മന്ത്രാലയത്തിനും ഉണ്ട് എന്ന രാഷ്ട്രീയ വിമർശനമായിരിക്കണം. ഒന്ന്, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആകെ പേറ്റന്റ് ആരാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഏൽപ്പിച്ചത്? ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ഇവിടെ അമീൻ ഉൾപ്പെടെ പറഞ്ഞത് എന്തോ ഒരു ചെറിയ തെറ്റ് പറ്റി. ആരുടെ ഫോട്ടോ വെച്ചത്? സയ്യിദ് കുത്തുബിന്റെ. ആരാണ് സയ്യിദ് കുത്തുബ്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രം? എന്താണ് അദ്ദേഹം മതേതരത്വത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്? എന്താണ് അദ്ദേഹം തന്നെ രൂപീകരിച്ച, ജയിലിൽ നിന്ന് വന്നതിന് ശേഷം രൂപീകരിച്ച ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്, അൽ തൻസീം അൽ സിരി എന്നാണ് പാർട്ടിയുടെ പേര്. ആ പാർട്ടിയുടെ തന്നെ ലക്ഷ്യം നോക്കൂ, ആ പാർട്ടിയുടെ തന്നെ ലക്ഷ്യം ഗമാൽ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിലുള്ള മതനിരപേക്ഷ ഗവൺമെന്റിനെതിരായി, ജനാധിപത്യ സെക്യുലർ ഗവൺമെന്റിനെതിരായി ഒരു മതരാഷ്ട്ര ഗവൺമെന്റ്, ഒരു തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റിനെ രൂപീകരിക്കുക എന്നതായിരുന്നു. ഞാനിവിടെ സയ്യിദ് കുത്തുബിനെ കുറിച്ച് അധികം സംസാരിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ജനാധിപത്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞത് ആധുനിക കാലത്തെ, പുതിയ കാലത്തെ ജാഹിലിയത്ത് എന്നാണ്. സെക്യുലറിസത്തെ, മതനിരപേക്ഷതയെക്കുറിച്ച് ആധുനിക കാലത്തെ ജാഹിലിയത്ത് എന്നാണ് ജനാധിപത്യത്തെക്കുറിച്ച്, മതനിരപേക്ഷതയെക്കുറിച്ച്, സെക്യുലറിസത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇവർ തമ്മിലൊരു നോക്കൂ, ഒരു വലിയ ഒരു താരതമ്യം നമുക്കിതിൽ കാണാം. ഇതേ മതനിരപേക്ഷതയെക്കുറിച്ച്, സെക്യുലറിസത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ മൗലാന മൗദൂദി പറഞ്ഞത് നോക്കൂ. മൗദൂദി പറഞ്ഞു വെച്ചത് ജനാധിപത്യം ചെകുത്താന്റെ ഭരണമാണ്, ജനാധിപത്യം ചെകുത്താന്റെ ഭരണമാണ്, താഗൂത്ത് എന്നാണ്. ജനാധിപത്യത്തെ ഒരു കാലത്തും, ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ അംഗീകരിക്കുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി. ഇന്നിപ്പോ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ രാജ്യത്തുയർന്നു വരുന്ന പൗരത്വ നിയമത്തിൽ ഉൾപ്പെടെ ചില വിഷയങ്ങളിൽ ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിനെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്ന് പുറത്താക്കപ്പെട്ടവരോ തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരോ എല്ലാമായ ചില ഈർക്കിൾ സംഘടനയെ എല്ലാം പ്രതികരിച്ച് ഒരു വിശാല ദളിത് മുസ്ലിം പ്ലാറ്റ്ഫോമിനെ എല്ലാം രൂപപ്പെടുത്തി അതിന്റെ ഭാഗമായി ഒരു സ്വത്വവാദ നിലപാടിലേക്ക് മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയത്തെ ചുരുക്കിക്കൊണ്ടുപോയി തീവ്രവാദ നിലപാടുകളെ ശക്തിപ്പെടുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി പോകുന്നത്. ഇവിടെ സയ്യിദ് കുത്തുബിന്റെ ഫോട്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ, സോളിഡാരിറ്റിയുടെ, വെൽഫെയർ പാർട്ടിയുടെ ബോർഡിൽ വന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ രാജ്യമൊന്നാകെ നോക്കൂ, വഖഫ് വിഷയത്തെ ഒരു മുസ്ലിം വിഷയമായിട്ടല്ല ഈ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടത്. ഒരു മുസ്ലിം വിഷയമായതിനെ ചുരുക്കിക്കാണുന്നതിന് വേണ്ടിയല്ല ആരും തയ്യാറായത്. അതൊരു ജനാധിപത്യത്തിനെതിരായി, നോക്കൂ, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള RSSന്റെ നേതൃത്വത്തിലുള്ള കടന്നുകയറ്റമായി മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഒന്നായി നിന്ന് ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ട ഒരു വിഷയത്തെ ആദ്യമേ തന്നെ ഒരു മുസ്ലിം വിഷയമായി കണ്ട് സയ്യിദ് കുത്തുബിനെ പോലെയുള്ള തീവ്രവാദികളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിയ പടം ഉപയോഗിച്ച് സമരത്തിലേക്ക് പോയി ആ വിഷയത്തിൽ RSSനെ സഹായിക്കുന്ന നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചത്. RSS ഉയർത്തിപ്പിടിക്കുന്ന RSSന്റെ നിലപാടുകൾക്ക് ശക്തി പകരുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായും മുസ്ലിം ഉമ്മത്തിന്, നോക്കൂ, മുസ്ലിം സമുദായത്തിന്റെ ആകെ ന്യൂനപക്ഷത്തിന്റെ പേറ്റന്റ് ആരും ജമാഅത്ത് ഇസ്ലാമിക്ക് പതിച്ചു നൽകിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയെ തന്നെ മുഖ്യധാര മുസ്ലിം സംഘടനകൾ, മതനിരപേക്ഷ മുസ്ലിം സംഘടനകൾ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുന്നുമില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ നോക്കൂ, പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി പറഞ്ഞ ഒരു വിഷയം, ഖഡ്ഗവാറിനെ കുറിച്ച് പറഞ്ഞത്. ഖഡ്ഗവാർ മാത്രമല്ല, സവർക്കറെ കുറിച്ച് പരിശോധിച്ചാലും മറ്റെല്ലാം 1923 വരെ, 1924 ആദ്യം വരെ, 1925 അദ്ദേഹം തന്നെ, ഖഡ്ഗവാർ തന്നെ RSSന് രൂപം നൽകുന്ന അതിന് തൊട്ട് മുൻപ് വരെ സേവാദൾ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന
ഹിന്ദുസ്ഥാനി സേവാദൾ എന്ന് പറയുന്ന സംഘടനയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിരുന്ന ബാലഗംഗാധര തിലകനുമായി വളരെ ബന്ധം സൂക്ഷിച്ചിരുന്ന ദേശീയ പ്രസ്ഥാനമായി രൂപപ്പെട്ടു വന്നിരുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടം വരെ പ്രവർത്തിച്ചിരുന്ന ആ വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഹെഡ്ഗവാർ എന്ന് ചരിത്രത്തിലുണ്ട്. പക്ഷെ 1925 RSS രൂപീകരിക്കുന്നതിലൂടെ നോക്കൂ, ഗോൾവാൾക്കറുമായി സവർക്കറുമായി പരിചയപ്പെടുന്നതിലൂടെ ആ കൃത്യമായ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വിഭജന രാഷ്ട്രീയത്തിന്റെ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ RSS എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടനയുടെ നോക്കൂ ബീജാവാപം അദ്ദേഹത്തിലൂടെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് ഈ രാജ്യത്തെ കൃത്യമായി ക്രിസ്ത്യൻ സ്ഥാപകൻ എന്ന നിലയ്ക്ക് തന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയും നാഷണലിസ്റ്റുമാണ് എന്ന് EMS പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നതാണ് PR ശിവശങ്കരൻ പറഞ്ഞു വെക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തിക ആചാര്യന്മാർ തന്നെ അല്ലെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരാളാണ് ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞു വെക്കുകയാണ് ശിവശങ്കരൻ. അല്ല, EMS അങ്ങനെ ഒരു ഘട്ടത്തിലും ഒരാൾക്കും ഒരു RSSകാർക്കും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ കൃത്യമായി പറഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് നേതാവ് പ്രണബ് കുമാർ മുഖർജിയോ മറ്റോ പോയി ഹെഡ്ഗവാറിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ കൊടുത്തു കാണും, KPCC പ്രസിഡന്റ് കൊടുത്തു കാണും. EMSും കമ്മ്യൂണിസ്റ്റുകാരും ഒരു RSSകാർക്കും ഒരു കാലത്തും ഒരു സ്വഭാവ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടില്ല, കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് മാത്രമല്ല ഹെഡ്ഗവാറിന്റേത് ഉൾപ്പെടെയുള്ള ഒരു വർഗീയവാദികളുടെയും പേരിൽ ദേശീയ ചരിത്രത്തിൽ പങ്കില്ലാത്ത ഒരാളുടെയും പേരിൽ ഒരു സ്മാരകങ്ങളും ഈ പാലക്കാട് ഉൾപ്പെടെ പൊതു ഫണ്ട് ഉപയോഗിച്ച് RSSന്റെ ഏതെങ്കിലും അണ്ടിമുക്ക് ശാഖയിലെ ഓഫീസിന് ഹെഡ്ഗവാറിന്റെ പേര് കൊടുക്കാം, ഏതെങ്കിലും RSSന്റെ ആസ്ഥാന മന്ദിരങ്ങൾക്കോ മറ്റോ പേര് കൊടുക്കാം. പൊതു ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഏത് CSR ഫണ്ട് ഉപയോഗിച്ചായാലും ഈ സ്ഥാപനത്തിന് ഈ നൈപുണ്യ കേന്ദ്രത്തിന് ഈ പേര് നൽകാൻ തീരുമാനിച്ചാൽ RSSന് അകത്ത് തന്നെ അതിനെതിരായി പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. മുന്നോട്ട് പോകില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ അവിടെ ആ പേരിൽ തന്നെ ആ സ്ഥാപനം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നഗരസഭയുടെ ഉറച്ച തീരുമാനം. അവർക്ക് ഭൂരിപക്ഷമുള്ള നഗരസഭയാണ്, എങ്ങനെ ചേർക്കാൻ കഴിയും? അല്ല, അത് നമുക്ക് കാണാം. അങ്ങനെയെല്ലാം ആ രീതിയിലെല്ലാം വെല്ലുവിളിച്ച് പോകുമ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്ക് കാണാം.